സിറിഞ്ച് കുത്തിയതിന് പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? 3 ദിവസമായി. എന്താ അസുഖം? പനിയം. ഇതെപ്പോ കുത്തിയതാ? അത് കുത്തിയിട്ട് 3 ദിവസമായി. എന്തിനെങ്ങനെ കുത്തിക്കണ്? കുത്തിയ ഒരൊറ്റ കുത്തിയാ മതി, അതിൽ കൊണ്ടിട്ട് ഇങ്ങനെ ഇഞ്ചക്ഷൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഓരോ സമയത്തും ഇങ്ങനെ ഞരമ്പിന് കുത്താൻ നിൽക്കണം. അത് ശരിയാണ്. ഒരു വട്ടം കുത്തിയാലോ പോകുന്ന സമയത്ത് അങ്ങ് ഊരിട്ടാ മതി. അല്ലെങ്കിൽ ഓരോ ടൈമിനും ഇങ്ങനെ കുത്തേണ്ടി വരും. നിസ്കരിച്ചാ? ആ നിസ്കരിച്ചു. എങ്ങനെ നിസ്കരിച്ച്? ഇതിവിടെ ഉണ്ടായാലും ഇങ്ങനെ ഒന്നുണ്ടായി ഞാൻ തേപ്പം ചെയ്ത്. അല്ല, എത്ര ലാഘവത്തോടു പെട്ടെന്ന് മറുപടി, ചോദ്യം മറുപടി. ഒന്നുണ്ടാക്കിയ തേമം ചെയ്ത് നിസ്കരിച്ച്. ആരാ തേമം ചെയ്താൽ പറ്റൂന്ന് പറഞ്ഞു? അപ്പൊ അയാൾക്ക് സംശയം, എന്താ പറ്റൂലേ? ആരാ പറഞ്ഞത് തേമം ചെയ്താൽ പറ്റും? എന്താ പറ്റൂലേ? അയാൾക്ക് കൺഫ്യൂഷനായി. അപ്പൊ അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ഒരു മറുപടി പറഞ്ഞു. ഈ തൊട്ടടുത്ത റൂമില് നാളെ ബൈക്ക് ആക്സിഡന്റ് പെട്ടിട്ട് ഒരു കുട്ടി അപ്പുറത്തെ റൂം കിടക്കുന്നുണ്ട്. ആ കുട്ടിന്റെ കൈയിന്റെ ഇവിടം മുതൽ ഇവിടം വരെ പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഒരു കൈ ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുക. ഇവിടെ കുറച്ച് സ്ഥലമേ ബാക്കിയുള്ളൂ. ഈ മണിബന്ധം മുതൽ തോള് വരെ ചുമല് വരെ ഒന്നായിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. അയാൾ തേമം ചെയ്തിട്ട് നിസ്കരിക്കണത്. ഇത്രയും പ്ലാസ്റ്റർ ഇട്ട് അയാൾക്ക് തേമം ചെയ്തു തുടങ്ങി. എനിക്കിവിടെ ഇത്ര ഒട്ടിച്ചുള്ളൂ, ഇതെന്താ തേമം ചൂടെ? അല്ല, കണ്ടുപിടുത്ത ഈ സാധുവിനെ അങ്ങ് മുത്തരക്ക് വിജിത്ത ഇതായതാണ്. ഇയാൾ എന്ത് കണ്ടുപിടിച്ചു? തോള് മുതൽ ഈ മണിബന്ധം വരെ പ്ലാസ്റ്റർ ഇട്ട് ഇയാൾക്ക് തേമം ചെയ്യാമെങ്കിൽ ഒരു ചെറിയ സ്റ്റിക്കർ ഒട്ടിച്ച് എനിക്കെന്താ തേമം ചെയ്തൂടെ? അങ്ങനെയാണ് ഇപ്പൊ കണ്ടുപിടിച്ചതല്ലേ? ശരി, ഇത് രണ്ടും ഒരുപോലെയാണോ? ഞാൻ പറഞ്ഞു ഇത് ഒരുപോലെയാണോ? ഒരു മനുഷ്യന്റെ കൈയിന്റെ ഇവിടം മുതൽ ഇവിടം വരെ പ്ലാസ്റ്റർ ഇട്ട് അയാളെ ഉള്ളിലേക്കൊരു സാധനം കുത്തിക്കയറ്റിയിട്ടില്ല. ഇത്ര പോലെ ഒട്ടിച്ചു വെച്ച അയാളെ ഉള്ളിലേക്ക് ഒരു സാധനം കുത്തിക്കയറ്റിയിട്ടുണ്ട്. ആ കുത്തിക്കയറ്റിയതിന്റെ പകുതി ഉള്ളിലും പകുതി പുറത്തുവാ. ലൗ ദഖല ശൗക്കത്തും ഫീ റിജ്ലിൻ, ഒരു മനുഷ്യന്റെ കാലിൽ ഒരു മുള്ള് തറച്ചാൽ, അത് മലയാളത്തെ പറഞ്ഞത് ഇംഗ്ലീഷിലാക്കുക, ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു സിറിഞ്ച് തറച്ചാൽ, ആ ശൗക്കത്ത് എന്നുള്ളതിന് മുള്ള് എന്നുള്ളതിന് സിറിഞ്ച് നർത്ഥം വെച്ചാ പോരെ? ഇതല്ലേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അതിന്റെ പകുതി പുറത്തും പകുതി ഉള്ളിലുമാണെങ്കിൽ പൂർണ്ണമായും അത് പറിച്ച് ഊരിക്കളയാതെ വുളൂഉം തയമ്മവും സഹിയല്ലെന്ന് ഫത്ഹുൽ മുഈൻ വ്യക്തമായി പറഞ്ഞ മസലയാണ്. ഇത് പൂർണ്ണമായും വലിച്ചൂരിക്കളയണം. ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാ സുലൈമാൻ ഉസ്താദ് ലക്ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സക്ക് വന്നു. ബ്ലഡ് കയറ്റണം, കയ്യമ്മ കുത്തിവെച്ചു. കുത്തിവെച്ചപ്പോൾ സുലൈമാൻ ഉസ്താദ് ബാങ്കുകളുടെ സമയത്ത് ളുഹറിന്റെ ബാങ്ക് കൊടുത്തപ്പോ സിസ്റ്ററെ വിളിച്ചിട്ട് പറഞ്ഞു ദൂരിത്തരണം. അത് ഊരി കൊടുക്കൂല. ഊരി തന്നേ പറ്റൂ. ഊരി കൊടുക്കൂല. എന്താ ഉസ്താദെ അത് അങ്ങനെ ഊരൂല, അതിന് ബ്ലഡ് കയറ്റി കഴിഞ്ഞിട്ടേ ഊരുള്ളൂ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് ദൂരിയേ പറ്റുള്ളൂ. സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, ഓക്ക് ഉസ്താദിന്റെ അടുത്ത് കിതാബ് ഓതി പഠിച്ചതാ, ഓക്ക് ഉസ്താദിന്റെ ശിഷ്യനാ, ഓക്കെ ഉസ്താദ് ഉണ്ടാക്കി കൊടുത്ത ഇഹ്യാ സുന്ന കോളേജിന്റെ പ്രിൻസിപ്പളാണ്. ആ ഉസ്താദിന്റെ ശിഷ്യന്മാർ ഈ സദസ്സിൽ അനവധി പേര് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും ഇൽമു കൊണ്ട് തറക്കിയും മരണം വരെ ഇൽമു കൊണ്ട് സുഖലായ ജീവിതവും നൽകുമാറാവട്ടെ. അവരുടെയൊക്കെ മദത് കൊണ്ട് അള്ളാഹു നമ്മളെയും നന്നാക്കി തരുമാറാവട്ടെ. സുലൈമാൻ ഉസ്താദ് പറഞ്ഞു ദൂരി തരണം. അവസാനം സിസ്റ്റർക്ക് ദൂരാൻ അധികാരമില്ല, കാരണം ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവമില്ല. സിസ്റ്റർ ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു ഇയാൾ ഇത് ഊരാൻ നിർബന്ധിക്കുകയാണ്. ഡോക്ടർക്ക് പിന്നെ നേരത്തെ തന്നെ ഉസ്താദിനെ പറ്റി ഒരു മതിപ്പുണ്ട്. AP ഉസ്താദും പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ആരാണെന്ന്. AP ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഉസ്താദിനോടും തന്നെ ഈ ഡോക്ടർക്ക് ഒരു വല്ലാത്ത മതിപ്പുണ്ട്. അപ്പൊ ഡോക്ടർക്ക് ഇവര് സാധാരണക്കാരല്ലാന്ന് അറിയാം, വലിയ പണ്ഡിതന്മാരാണെന്നും അറിയാം. ഡോക്ടർ വന്നിട്ട് അത് ഊരണം നിസ്കരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ കുത്താം. 2 കുത്തുത്തണ്ടേ? 2 അല്ലെങ്കിൽ 20 കുത്തിയാലും എനിക്ക് നിസ്കരിച്ചേ പറ്റുള്ളൂ. സുലൈമാൻ ഉസ്താദ് പറഞ്ഞു, ഹോസ്പിറ്റലിൽ കിടന്ന് പറഞ്ഞു, എറണാകുളത്ത് ലക്ഷോർ ഹോസ്പിറ്റലിൽ ഇരുന്നിട്ട് പറഞ്ഞു. അങ്ങനെ ഊരി. ഡോക്ടർ പറഞ്ഞു സിസ്റ്ററോട്, ഈ ഉസ്താദ് എപ്പോ എന്ന് പറഞ്ഞോ അതനുസരിച്ച് കൊടുത്തേക്ക്. പിന്നീട് മഗ്രിബിന്റെ സമയമായി. സിസ്റ്റർ വന്നു. ഊരണോ ഉസ്താദേ? ഊരി. ളുഹറും അസ്റും നേരത്തെ ജമ്മും ഖസുറുമാക്കി നിസ്കരിച്ചു. മഗ്രിബിന്റെ സമയത്ത് മഗ്രിബും ഇശാഉം ജമ്മും ഖസുറുമാക്കി നിസ്കരിച്ചു. സൂചി കുത്തി ബ്ലഡ് കയറ്റി കഴിയുന്നത് വരെയുള്ള ദിവസം മുഴുവനും ഓരോ വഖത്തിലും സൂചി ഊരിച്ചു. വുളൂ ചെയ്ത് ജമ്മും ഖസറുമായി നിസ്കരിക്കുന്നു.
സിസ്റ്ററെ വിളിക്കുന്നു, കുത്തിക്കോ പറയുന്നു. തിരൂരങ്ങാടി വാപ്പ മുസ്ലിയാർ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്നപ്പോ സിറിഞ്ച് കുത്താൻ വന്നപ്പോ സിസ്റ്ററോട് പറഞ്ഞു, എന്റെ കയ്യിൽ കുത്തരുത്, എന്റെ കാലിൽ ഞെരിയാണിക്ക് മീതെ കുത്തിയാ മതി. തിരൂരങ്ങാടി ബാബു മുസ്ലിയാരെ സിറിഞ്ച് കുത്തിവെച്ചത് ഞെരിയാണിക്ക് മീതെ മുടിയില്ലാത്ത സ്ഥലത്താണ് സിറിഞ്ച് കുത്തിവെച്ചത്. അതിന് പറ്റിയ രൂപത്തിൽ അവർ മസ്അല തഹരീറാക്കി ശരിയാക്കിയിട്ട് അവർ നിസ്കാരം ഖളാ ആക്കാതെ കൃത്യമായി നിർവഹിച്ചു. ഈ കോലത്തിൽ ചെയ്യുന്ന ഈ പടുകൂറ്റൻ ആലിമീങ്ങൾക്ക് ഒരു ചുക്കും തിരിയാത്തവരും നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങൾ എത്രയെന്ന് ആ എണ്ണം പറ എന്ന് പറഞ്ഞിട്ട് പോലും പറയാനറിയാത്ത പടിവാഹിലായി നിസ്കരിക്കാൻ നടക്കണ ഇവന്മാർ ഈ ഉലമാഇനെ കുറ്റം പറഞ്ഞെങ്കിൽ ഈമാൻ കിട്ടി മരിക്കൂല. സൂക്ഷിച്ചോ, ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്.